സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാകും. ഡിസംബർ 8-ന് ആരംഭിച്ച് ഒരാഴ്ച നീണ്ടുനിന്ന സിനിമാ ഉത്സവത്തിനാണ് ഇതോടെ സമാപനം കുറിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5-ന് നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അടക്കം സമ്മാനിക്കും. തലസ്ഥാനത്ത് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന സിനിമാ ഉത്സവാഘോഷത്തിനാണ് ഇന്ന് തിരശ്ശീല വീഴുക. 2015 IFFKയിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ വിഖ്യാത ഇറാനിയൻ ചലച്ചിത്രകാരൻ ദാരിയുഷ് മെഹർജിയുടെ ഐ മൈനർ ഉൾപ്പെടെ 12 പ്രതിഭകളുടെ ചിത്രങ്ങളാണ് ഇത്തവണ മേളയിലെ ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത്. 15 തിയേറ്ററുകളിലായി 81 രാജ്യങ്ങളിൽ നിന്നുള്ള 175 സിനിമകൾ പ്രദർശിപ്പിച്ചു. ടാഗോർ തിയേറ്ററായിരുന്നു ചലച്ചിത്രമേളയുടെ പ്രധാന വേദി. മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിച്ചു. ലോക സിനിമാ വിഭാഗത്തിൽ 62 സിനിമകൾ ഉൾപ്പെടുത്തി. ഇവയിൽ 26 സിനിമകൾ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കറിന് വിവിധ രാജ്യങ്ങൾ തിരഞ്ഞെടുത്ത ഔദ്യോഗിക എൻട്രികളാണ്. 12,000 ഡെലിഗേറ്റുകൾ മേളയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്രയും ഉണ്ടായില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. പോളിഷ് സംവിധായകനായ ക്രിസ്റ്റോഫ് സനൂസിക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിൽ സമ്മാനിക്കും. ജനം, തിരുവനന്തപുരം.